ദേ മണി ഇപ്പൊ തന്നെ 2:30. ഇനിയും നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ റൂമിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കിടക്കാന്നല്ലാതെ ഒരു പരിപാടിയും നടക്കൂല. അവൾമാര് പോവാത്തിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? കമലു, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാടോ. അരവിന്ദൻ പറഞ്ഞ കണക്കെ കുറച്ച് സമയം കൂടെ ബാക്കിയുള്ളൂ കേട്ടോ. രാവുകാലം കഴിയാറായി. ഓ ഇയാള് അണ്ണാ ഒരു പണി പണിഞ്ഞു നോക്കാം. വാ നിങ്ങളിരി. വാ നിങ്ങടാ കിടക്ക്. കമലു വർക്കൗട്ട് ആവുമോ? കമലേട്ടാ, ഞാൻ വിളിക്കാനിരിക്കായിരുന്നു. റെസ്റ്റോറന്റ് വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞങ്ങൾക്ക് 3 ബിരിയാണി വേണം. വേറെ എന്തെങ്കിലും ബാക്കി കഴിച്ചിട്ട് മതി. പിന്നെ ദീപ്തിക്ക് ജ്യൂസ് മതിന്ന്. തന്നെ? ആന്നേ. പിന്നില്ലേ സുചിത്രേച്ചിയുടെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട് ഫോട്ടോ എടുക്കാനേ. അവരൊക്കെ വലിയ ഫാൻസാ ദീപ്തിയുടെ. പിന്നൊരു കാര്യം അറിയോ? ദീപ്തി ഇപ്പേ ഞങ്ങളുമായിട്ട് നല്ല കൂട്ട കമലേട്ടാ. ദീപ്തിക്ക് ഒരേ നിർബന്ധം, ഞങ്ങൾ തന്നെ എയർപോർട്ടിൽ കൊണ്ടാക്കണമെന്ന്. അതാ നല്ലത് അല്ലേ കമലു? പിന്നെ ആ ചേട്ടാ, ബിരിയാണിയുടെ കാര്യം മറക്കല്ലേ. അപ്പൊ ശരി, എല്ലാരും ഹാപ്പി അല്ലേ? പിന്നെ വക്കീലെ ഹാപ്പി അല്ലേ? സാറ്റിസ്ഫൈഡ്. അതെ, ഈ അടിയെങ്കിലും അടിച്ചാലാ. ആടിയെങ്കിലും നടക്കട്ടെ. നിർത്ത് 6 മണി കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല. ആന ഇറങ്ങുന്ന വഴിയാ. താഴേക്ക് പോകണമെങ്കിൽ വന്ന വഴിയെ തിരിഞ്ഞ് ലെഫ്റ്റ് പോവാം. തിരിച്ചോ. ചേട്ടാ ചായ ഉണ്ടോ? അയ്യോ, എല്ലാം കഴിയച്ചല്ലോ മോനെ. മോനെ അങ്ങോട്ട് വണ്ടി പോവില്ല. അമ്പലത്തിൽ ഉത്സവമാണ്, റോഡെല്ലാം ബ്ലോക്കാ. അയ്യോ, പണിയായോ? നമുക്കൊന്ന് പോയി നോക്കാം. പോകത്തില്ല അവിടേക്കാകെ ബ്ലോക്കാണ്. ഉത്സവം എന്താ? നടക്കാണ്. ചേട്ടാ ടൗണിലേക്ക് പോവാൻ ബ്ലോക്കാണ്, വണ്ടി പോവില്ല. താൻ ടെൻഷൻ ആവണ്ട. തൻ്റെ അച്ഛനെ വിളിച്ച് 2 വീലറുമായിട്ട് വരാൻ പറഞ്ഞാലോ? അയ്യോ, ടൗണിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും 1 മണിക്കൂർ എടുക്കും. മാത്രല്ല അപർണയുടെ അച്ഛനായിട്ട് നല്ല പരിചയ അച്ഛന്. വിളിച്ചു വെച്ച അങ്കിളെല്ലാം അറിയും. പിന്നെല്ലാം പൊളിയും. അപ്പോൾ ഇനി എന്ത് ചെയ്യും? നോ ഐഡിയ. എന്തൊക്കെ ബഹളം വരുന്നു. നടിയെ കൊണ്ടുവരുന്നു, നാട മുറിക്കുന്നു, ഹോട്ടലിൽ കൊണ്ടുപോയി. എൻ്റെ പൈസയും പോയി. അണ്ണാ, നിങ്ങൾക്ക് ആദ്യം കയറണ്ടേന്നാ? നിങ്ങൾക്ക് സമയം കൂടുതലാണോ അല്ലേ? എന്തിന്? എൻ്റെ അണ്ണ നമ്മളെ 2 മാസം അടിക്കേണ്ട പൈസയാണ് അവൾ ഒറ്റയ്ക്ക് വെറുതെ നിന്നത്, അറിയോ? പുല്ല് അപ്പോഴേ പറഞ്ഞാ ഞാൻ കവടി നിർത്തി സമയം നോക്കിയിട്ട് അവളെ കൊണ്ടുവന്നാ മതി. പകുതി കാശെങ്കിലും റീഫണ്ട് ചെയ്ത് കിട്ടൂടെ? കിട്ടുമോ കമലു, നമുക്ക് ചോദിച്ചാലോ? റീഫണ്ട് തരാം. അവളെന്തോന്ന് ഇന്ത്യൻ റെയിൽവേ? അണ്ണാ, ഈ ലോകത്ത് അവള് മാത്രമല്ലേ പെണ്ണായിട്ടുള്ളത്. ഇതിനെക്കാട്ടി കിട്ടില്ല സാധനത്തിന് ഞാൻ ഇറക്കും. ഇന്നത്തെ വെസ്പിന് നാളെ ബിരിയാണി കിട്ടിയിട്ട് എന്താ കാര്യം? അത് ശരിയാ. സാറ്റിസ്ഫൈഡ്. ഇപ്പോഴും അവിടെ മണം കയ്യിന്ന് പോകുന്നില്ലടേ. അണ്ണ സത്യം, അവളുടെ കണ്ണില് ആ നോട്ടം. അയ്യോ നേരാ. കമലൂടെ, നീ വിചാരിച്ച ഇന്ന് രാത്രി തന്നെ ഒരു ഐറ്റത്തെ ഇറക്കാൻ പറ്റൂലേ? കാശ് എത്ര മണി കൊടുക്കാടാ? ഞാൻ എന്താടാ മാമായ? കൂട്ടുകാരാണ്ട് ഞാൻ ഒരെണ്ണം സാധനത്തിന് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പം എന്നെ മാമാ പണിക്ക് വിളിക്കുന്ന. ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളറാണ്, മനസ്സിലായ? അടിച്ച കവാലം നീരായി കളയും കേട്ടാ.
ദേ, കമലു പോലടാ. ഉമ്മാരാണ ഇയാൾക്ക് എന്തോ വേറെ പണി. ഞാൻ വെറുതെ എന്തോന്ന് വെറുതെ? തീപ്പെട്ടി ഉണ്ടാടേ? ഇല്ല, അടുക്കള ഇരിപ്പുണ്ട്, ഞാൻ എടുത്തിട്ട് വരാം. ആ വേണ്ട, നീ വെക്കോ, ഞാൻ എടുത്തോളൂ. ഹലോ ഹലോ ചേച്ചി, കേൾക്കാമോ? ഇവിടെ കുറച്ച് റേഞ്ച് കുറവാ, അതാ. ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ അനു പറഞ്ഞു നാളെ പോയാൽ മതിയെന്ന്. ആ, ഇവിടെ കുഴപ്പമൊന്നുമില്ല ചാ. അവളുടെ അച്ഛനും അമ്മയും എല്ലാം ഉണ്ട്. ആ, എൻ്റെ 2 ഫ്രണ്ട്സും കൂടെ ഉണ്ട്. ആരെ? ആ, എന്നാ ശരി അച്ഛാ. ചേച്ചിയോടൊന്ന് പറഞ്ഞേക്ക്, ഞാൻ വിളിക്കാച്ചാ. തീപ്പെട്ടി കിട്ടിയോ സാറേ? സാറേ, സാറിന് ഇതെന്ത് പറ്റി? ഡാ, ഒരു മയത്തിലടിക്കടാ. ഈ കമലാസനയുടെ പ്ലാൻ ഒന്നും ഇതുവരെ പാളിയിട്ടില്ല. അതെന്താടെ? ഇവനെ ഒരുമാതിരി. നീ ഇതുവരെ കളഞ്ഞില്ലേ? കൈയും കെടുത്തേ. അണ്ണൻ ഈ മണവും കഴുകി കളഞ്ഞത്. എന്താടാ ഇവിടെ ഓരോരുത്തമ്മയുടെ ചിരിയും. വാ. ഡോ, ഞാൻ കരുതി താൻ ഇത്രയും കൂടെ ബോൾഡ് ആണെന്ന്. അതല്ലടോ, ഞാനിപ്പോൾ തൻ്റെ കൂടെ ഇവിടുന്ന് തങ്ങിയെന്ന് പറഞ്ഞാലും അച്ഛനൊന്നും പറയില്ല. കാരണം അച്ഛന് ഞങ്ങളെ എത്ര വിശ്വാസമാണ്. ആ അച്ഛനോട് കള്ളം പറഞ്ഞു എന്ന് പറയുമ്പോൾ താൻ ഒരു കാര്യം ചെയ്തേ, ആ ഫോൺ എടുത്തിട്ട് അച്ഛനെ ഒന്ന് വിളിച്ചേ. എന്തിന്? എന്നിട്ട് ഉണ്ടായ കാര്യങ്ങൾ വള്ളി പൊള്ളി വിടാതെ അച്ഛനോട് പറ. അയ്യോ, അച്ഛൻ പെട്ടെന്ന് ടെൻഷൻ ആവുന്ന കൂട്ടത്തിലാ. അത് പിന്നെ അപർണയ്ക്കും പ്രോബ്ലം ആവും. ഞാൻ നേരിട്ട് പറഞ്ഞോളാം. ഓക്കെ. ഇപ്പൊ എങ്ങനെയുണ്ട്? സംഭവം കേസ് കേട്ടാണ്. നമ്മളന്ന് ആഞ്ഞു പിടിച്ച പരിപാടി കിടക്കും. ചുമ്മാരിയാണ് കണ്ടറിഞ്ഞൂട്. അത് പ്രേമം ചുറ്റുക്കളെ എന്തൊക്കെയാണ് നിങ്ങൾ ചുമ്മാരി. തേങ്ങയാണ്. അവളുടെ അച്ഛനെ വിളിച്ച് കൂട്ടുകാരുടെ വീട്ടിലാണെന്ന് ഫോണിൽ കള്ളം പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടാണ്. എന്ത് മണ്ണാങ്കട്ടയാണെങ്കിലും പെണ്ണ് നല്ല പച്ച പരുവ. ചെക്കൻ്റെ ഒരു യോഗം, അല്ലാതെന്താ? അണ്ണാ, ഇപ്പോഴത്തെ പിള്ളേരുടെ സെറ്റപ്പ് നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തോണ്ടാണ്. നിങ്ങൾ ഗോയോ റൂംസ് എന്ന് കേട്ടിട്ടുണ്ടോ? മൊബൈൽ എടുത്തിട്ട് കുത്തി കഴിഞ്ഞാൽ സ്പോട്ടിലെ റൂം റെഡിയാണ്. 1 മണിക്കൂറാ 2 മണിക്കൂറാ എന്തരാണേലും യുവന്മാര് കിടന്നെങ്കിൽ മതിക്കുവാണ്. ശരിയാ, കേറുക, പരിപാടി പോവാ. നിങ്ങളൊക്കെ 2 അടിച്ചിരി. ഞാനിത് ഇപ്പൊ വരാം. നിങ്ങളവിടെ പോണ? ഒരു കേസ് വാദിക്കുന്നതിന് മുമ്പ് ആ കേസിനെ കുറിച്ച് നല്ലവണ്ണം പഠിച്ചിരിക്കണം. ഈ കേസ് ഞാൻ പഠിക്കട്ടെ, ഇപ്പൊ വരാം. അണ്ണം പടി. അണ്ണൻ ഫുൾ ഫോമിലാണ്. ആ സാറോ? ഇതൊരുപാടായിട്ടുണ്ടല്ലോടാ. ഇന്ന് ഗസ്റ്റ് ഉണ്ട് സാറേ, അവർക്കുള്ളതാ. ഫാമിലിയാ? അല്ല, കോളേജിൽ നിന്നുള്ള 2 പിള്ളേരാ. ആ ശരി. അൺമാരീഡ് കപ്പിൾസിന് കൊടുക്കില്ലെന്ന് പറഞ്ഞിട്ട്? കൊടുക്കാറൊന്നുമില്ല. ഇത് പിന്നെ പിള്ളേർ വന്ന് കരഞ്ഞ് കാല് പിടിച്ചപ്പോൾ അങ്ങ് കൊടുത്തു. എത്ര പോന്നു? ഓ, 500. കള്ള ബെടുവാ. ഇതിപ്പോൾ നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവർ തൊട്ടടുത്തുള്ള റിസോർട്ടിൽ പോയി റൂം എടുക്കും. അല്ലാതെ എന്തുവാ? ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കാറുണ്ട്. ഈ മലയിടുക്കിലാവുമ്പോൾ നാട്ടുകാരും വീട്ടുകാരും ഒന്നും അറിയാതെ എന്ത് തോന്നിയവാസവും നടക്കുമല്ലോ. ഛേ, അങ്ങനെ പറയാതടാ. അവര് പാവം പിള്ളേരായിരിക്കും. ഉവ്വ. സാറിനറിയാമോ, ഇവിടെ ഒരുത്തൻ വരാറുണ്ട്. അവൻ ഇവിടെ വരുമ്പോൾ ഓരോ തവണയും ഓരോ പെണ്ണുങ്ങളാ. ആ, അതുകളാ. പിന്നെ ഞാൻ വന്നതേ, ആ, നിനക്ക് ഇന്നൊന്ന് കൊല്ലത്ത് പോകാൻ പറ്റുമോ? എൻ്റെ ക്ലയൻറ്റ് കുറച്ച് പൈസ തരാനുണ്ട്. അത് നാളെ കോടതി കെട്ടണം. അയ്യോ, ഈ സമയത്ത് ഞാൻ എങ്ങനെ പോവാനാ? എൻ്റെ BM എടുത്തോടാ. ഏ?
ഓക്കോടാ. ഇതെവിടെ കിടക്കണം? ഡേ കമലു, നീ പറഞ്ഞ നേരാ. അവള് സെറ്റപ്പാ. നമ്മുടെ അനൂപിനൊന്ന് ഇളക്കിയപ്പോ ഞാൻ അറിഞ്ഞതാ. ഇപ്പൊ എങ്ങനെയുണ്ട് എഡിറ്ററെ? എന്നാ ഇനി പറയാൻ പോകുന്നത് കേട്ടാൽ നീ ഒട്ടും വിശ്വസിക്കില്ല. ഈ പെണ്ണ് കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിരുന്നു. ഓ അത് ശരി. അപ്പൊ ഇത് രണ്ടിന്റെ സ്ഥിരം പരിപാടിയാണല്ലേ? തെറ്റി. അന്ന് ഇവളുടെ കൂടെ വന്നത് ഈ പയ്യനല്ല, വേറൊരുത്തനാ. പിന്നെ ആ പെണ്ണ കണ്ട പറയോണ്ണ സെറ്റപ്പാന്ന് ഇല്ലേ? അണ്ണ അത് ഭയങ്കര ട്വിസ്റ്റ് ആയി പോയി കേട്ടോ. കൂടെ നിൽക്കാമെങ്കിൽ നമുക്ക് തിന്നാൻ പറ്റാഞ്ഞ ബിരിയാണി ഇപ്പൊ തിന്നാം. അതാണ് അണ്ണ. റിസ്ക് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്യണ, നമുക്ക് എന്താ വെച്ചാൽ കൊടുക്കാം. അണ്ണൻ പ്ലാൻ പറയണ. ഒന്നൊഴി. അണ്ണൻ വഴി എന്താ ഇത്? എടേ, ശ്ശേ. സ്വാമി ശരണം. അതെ, ഞാനൊരു കാര്യം ചോദിച്ചാ താൻ ദേഷ്യപ്പെടൂ? തന്നോട് ഞാൻ എങ്ങനെയാണോ ദേഷ്യപ്പെടുക? താൻ ചോദിക്കടോ. എന്റെ പടം വരയ്ക്കുന്നതിന് മുമ്പ് താൻ എന്നെ കണ്ടിട്ടേയില്ല. ഇതിനുള്ള ഉത്തരം ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ. അത് സത്യമായതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. ഇനി സംശയിച്ചു കഴിഞ്ഞെങ്കിലേ നമുക്ക് വല്ലതും പോയി കഴിച്ചാലോ? എനിക്കൊന്നും വേണ്ട. എന്നാ എനിക്കും വേണ്ട. എന്നാ പിന്നെ നമുക്ക് കിടക്കാം. നമുക്കോ? അയ്യടാ. അല്ല, അത് ഞാനത് ദേ ബാഗ് കത്രക്കിരിപ്പുണ്ട്, സീവിടുവേ. അയ്യോ, അത്രയും പ്രോഗ്രസ് ഒന്നും നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല. വല്ല ജ്യൂസോ കഷായോ സൈനൈഡോ ഒക്കെ മതിയെന്നേ. നിന്നെ ജീനായ മർനായ ഉസ്കേ സിവാ ജാനാ കഹാ.